ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഇന്റേണൽ വെൽനസ് ആണ്. ഇന്റേണൽ വെൽനസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ആന്തരികമായിട്ടുള്ള സ്വസ്ഥത, സ്വാസ്ഥ്യം. നമ്മുടെ ബോഡിയുടെ കാര്യമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏതൊരാൾക്കും ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വസ്ഥമായ ശരീരം കൊണ്ട് ജീവിക്കണം എന്ന് വളരെ അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ അതിന് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതും അതേപോലെ അത് പ്രാവർത്തികമാക്കുക എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു തലക്കെട്ട് കൊടുക്കാൻ കാരണം യഥാർത്ഥത്തിൽ വെൽനസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇന്റേണൽ വെൽനസ് തന്നെയാണ്, അല്ലാതെ എക്സ്റ്റേണൽ വെൽനസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ വെൽനസ് ഇല്ല. ഇന്റേണൽ വെൽനസ് ഉണ്ടെങ്കിൽ മാത്രമേ എക്സ്റ്റേണൽ വെൽനസ് ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിലും ആന്തരികമായിട്ടുള്ള സ്വാസ്ഥ്യം തന്നെയാണല്ലോ നമ്മുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള സ്വസ്ഥത. അപ്പൊ നമ്മള് പ്രധാനമായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സെല്ലുകൾ സ്വസ്ഥമായിരിക്കുക, നമ്മുടെ ബ്ലഡും സ്വസ്ഥമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ pH വ്യതിയാനം വരാതെ നല്ല നിലയിൽ കൊണ്ടുപോവുക എന്നതാണ് പ്രധാനമായിട്ടും ഈ ഒരു തലക്കെട്ട് കൊണ്ട് ഹെഡിങ് കൊണ്ട് ഉദ്ദേശിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയി 85% അല്ലെങ്കിൽ 85%-ലേറെ രോഗങ്ങളും നമ്മുടെ രക്തത്തിന്റെ pH വ്യതിയാനം വരുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. രക്തത്തിന്റെ pH അല്ലെങ്കിൽ അസിഡിക് ബാലൻസ് കൂടുന്നത് വെറുതെ അങ്ങോട്ട് സംഭവിക്കുന്നൊന്നല്ല, പെട്ടെന്ന് ഒരു ദിവസം സംഭവിക്കുന്നൊന്നല്ല. നമ്മൾ അകത്തേക്ക് കൊടുക്കുന്ന സാധനങ്ങളുടെ ഭക്ഷണം എന്ന പേരിലും അതേപോലെ മരുന്ന് എന്ന പേരിലും ഒക്കെ കൊടുക്കുന്ന സാധനങ്ങളാണ് പലപ്പോഴും നമ്മുടെ അസിഡിക് അതിന്റെ പ്രൊപ്പോർഷൻ തെറ്റിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പൊ നമുക്കറിയാം 3 തരം ഫുഡുകളാണ് നമ്മുടെ ലോകത്ത് ഉള്ളത്. ലൈവ് ഫുഡ്, ഡെഡ് ഫുഡ്, ഗോസ്റ്റ് ഫുഡ് എന്നൊക്കെ ഉള്ളതായിട്ട് നമുക്ക് മുമ്പ് നമ്മൾ തരംതിരിച്ചതായിട്ട് ഇവിടെ തന്നെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഗോസ്റ്റ് ഫുഡും അതേപോലെ ഡെഡ് ഫുഡും എല്ലാം തന്നെ അമിതമായിട്ട്, അല്ലെങ്കിൽ ഗോസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ശരീരത്തിലേക്ക് കൊടുക്കാൻ പാടില്ലാത്തതാണ്. ചവറ് ഭക്ഷണം എന്ന് പറയല്ലോ, ഈ പറഞ്ഞ മൈദ കൊണ്ടും അതേപോലെ ബേക്കറി സാധനങ്ങളും ഇങ്ങനെയുള്ള ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇനി ലൈവ് ഫുഡ് ആയാൽ പോലും ശരീരത്തിന് വിശപ്പില്ലാത്ത സമയത്ത് കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ മെറ്റബോളിക് ആയിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ ഉപാപചയ പ്രവർത്തനങ്ങളെയൊക്കെ താളം തെറ്റിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ആസിഡിറ്റി കൂടും മറ്റൊക്കെ ചെയ്യും. അപ്പൊ നമ്മളിങ്ങനെ പറയാറുണ്ട്, കൊളസ്ട്രോൾ വന്നു അല്ലെങ്കിൽ ബ്ലോക്ക് വന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അയാള് വളരെ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ആളാണ്, ധാരാളം കൊഴുപ്പോ മറ്റൊന്നും കഴിച്ചിരുന്ന ആളൊന്നും അല്ല, അങ്ങനെയൊന്നുമല്ല. പിന്നെ അയാൾക്ക് ബ്ലോക്ക് ഉണ്ട്, 2 ബ്ലോക്ക് 3 ബ്ലോക്ക് എന്നൊക്കെ പറയുന്നത് കേട്ടുന്നു. അതിന്റെ കൃത്യമായ കാരണം അതാണ്, ബ്ലഡിന്റെ അസിഡിക് ബാലൻസ് തെറ്റും അല്ലെങ്കിൽ അസിഡിറ്റി കൂടും. യഥാർത്ഥത്തിൽ 7.35-നും 7.45-നും ഇടയിലാണ് നമ്മുടെ pH കൃത്യമായിട്ട് നിലനിൽക്കേണ്ടത്. അതേപോലെ അത് 7-ന് കൂടുന്നത് ബുദ്ധിമുട്ട്, ശരീരത്തിന് കുഴപ്പമുണ്ടാക്കും. അതേപോലെ കുറയുന്നതും കുഴപ്പമുണ്ടാക്കും. ഇതിപ്പോ ഇങ്ങനെ എല്ലാവരുടെയും pH കൃത്യമായിട്ട് ഒരേപോലെയാണോ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും അല്ല. അതിന് ഒരു മിക്കവാറും കുഴപ്പമില്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ എളുപ്പത്തിലുള്ള ചില പണികളൊക്കെ ഉണ്ട്, അത് പറയാം. അപ്പൊ ഇങ്ങനെ ഈ ബ്ലോക്കിന്റെ കാര്യം പറഞ്ഞു. ബ്ലോക്ക് വരുന്നത് പലപ്പോഴും ഇതാണ്, നമുക്ക് നമ്മുടെ ബോഡിയിലൂടെ അല്ലെങ്കിൽ രക്തക്കുഴലിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ബ്ലഡ്, അപ്പൊ സെല്ലുകൾ ആസിഡിക് ആവും. ബ്ലഡ് ആസിഡിക് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലുകൾ ആസിഡിക് ആവുകയാണ്. അപ്പൊ അതിലൂടെ ഓടുന്ന ബ്ലഡും സ്വാഭാവികമായിട്ടും ആസിഡിക് ആവും. ഈ ബ്ലഡ് ഓടുന്ന കുഴലുകൾക്ക് തേയ്മാനം സംഭവിക്കും. ആ തേയ്മാനം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ലിവർ എന്ത് ചെയ്യും? കൊളസ്ട്രോള് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും.
അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത ആ കൊളസ്ട്രോൾ കൊണ്ടുപോയിട്ട് വീക്കായിട്ടുള്ള ഭാഗത്ത് ഡെപ്പോസിറ്റ് ചെയ്യും. ക്രമേണ അത് ഒരു ബ്ലോക്ക് ആയിട്ടൊക്കെ രൂപപ്പെടും. ഇങ്ങനെയാണ് പലപ്പോഴും ബ്ലോക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ബേസിക് ആയിട്ട് ശരീരത്തിന്റെ ഉൾഭാഗം അല്ലെങ്കിൽ സെല്ലുകൾ പിന്നെ pH കറക്റ്റ് ആക്കി അല്ലെങ്കിൽ പിന്നെ അസിഡിറ്റി കൂടാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. ഇത് മറ്റാർക്കും വേണ്ടിയല്ല, അവനവന് വേണ്ടിയാണ് എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും അത് പ്രവൃത്തിയിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടത്. ഇതൊരു മൈക്രോ പ്രശ്നമല്ലേ, ഇതൊരു മാക്രോ പ്രശ്നമല്ലല്ലോ, ഒരു മൈക്രോ ആയിട്ടുള്ള സംഭവം അല്ലേ എന്ന് ചോദിച്ചാൽ മൈക്രോ പ്രശ്നം തന്നെയാണ്. അവനവൻ അനുവർത്തിക്കേണ്ട അല്ലെങ്കിൽ അവനവൻ മനസ്സിലാക്കുകയും പിന്നെ പ്രവൃത്തിയിൽ കൊണ്ടുവരികയും ചെയ്യേണ്ട ഒന്നാണത്. ഇങ്ങനെയൊന്നും ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തത് കൊണ്ട് ഒരു കാര്യം ഇല്ല അല്ലെങ്കിൽ നിലനിൽക്കുന്നില്ല എന്നൊന്നും അർത്ഥമില്ല. നമുക്ക് ചില മലയാളികൾക്ക് പ്രത്യേകിച്ച് ഈ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള പിന്നെ ചില പ്രത്യേക മുൻവിധികളൊക്കെ ഉണ്ട്. മലയാളികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചാണ്, പൊതുവെ മനുഷ്യർക്കുണ്ട്, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതലല്ല. അപ്പൊ ഇതുവരെ കേൾക്കാത്ത ചില കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ ഉണ്ടോ, അല്ലെങ്കിൽ അത് ചില മെഡിക്കൽ സിലബസിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. മെഡിക്കൽ സിലബസ് എന്ന് പറയുന്നത് 5-5.5 വർഷത്തേക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സിലബസ് ആണ്. അത് ശരിയൊക്കെ തന്നെയാണ്. അതിൽ ലോകത്തുള്ള പിന്നെ വെൽനെസിന്റെ കാര്യമൊന്നും അതിൽ പറയുന്നില്ല. അതിൽ സിക്നസിന്റെ കാര്യമാണ് പ്രധാനമായിട്ടും ഊന്നൽ നൽകുന്നത്, അല്ലെങ്കിൽ കച്ചവടം നടത്തേണ്ട കാര്യങ്ങളാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതിനെ ആശ്രയിക്കേണ്ടത് പലപ്പോഴും നമുക്ക് ആക്സിഡന്റ് കേസിലോ മറ്റൊക്കെയാണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ശരീരത്തെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പൊ ചോദ്യം, കലാകാലം ജീവിക്കാൻ കഴിയുമോ? കലാകാലം ജീവിക്കുന്ന കാലം സ്വസ്ഥമായ ശരീരം കൊണ്ട് ജീവിക്കുക എന്നതാണ്. അപ്പൊ അങ്ങനെ സ്വസ്ഥമായ ശരീരം കൊണ്ട് ജീവിക്കണമെങ്കിൽ മൈക്രോ ലെവലിൽ തന്നെ നമ്മൾ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിൽ യാതൊരു തർക്കവും ഇല്ലല്ലോ, തർക്കം ഉള്ളൊരു കാര്യമല്ല. പക്ഷെ ഏറ്റവും കൂടുതൽ തർക്കം ഉള്ളത് അതിനാണ്. മതം പറയുന്നതിനേക്കാളും രാഷ്ട്രീയം പറയുന്നതിനേക്കാളും ഈ യുക്തിവാദം പറയുന്നതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് തർക്കം കൊണ്ടുവരുന്നതും അതിന്റെ പേരിൽ കടിപിടി വിടുന്നതും ഈ ഒരു വിഷയം പറഞ്ഞിട്ടാണ്. കാരണം പാരമ്പര്യമായിട്ടുള്ള കുറെ വിശ്വാസങ്ങള്, ആചാരങ്ങൾ അല്ലെങ്കിൽ പിന്നെ നാട്ടാചാരങ്ങളൊക്കെ, അതേപോലെ ശാസ്ത്രാന്ത വിശ്വാസങ്ങൾ, ഇതൊക്കെ പലപ്പോഴും നമുക്ക് ഇതിനെ തടയിടും, കൃത്യം നല്ല രീതിയിൽ നടക്കുന്നതിന് തടയിടും. അപ്പൊ അതുകൊണ്ട് ഇത് പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധമുള്ളതല്ലല്ലോ ഡയറക്റ്റ് എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഇത് പറഞ്ഞു തരുമ്പോ അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലേക്ക് കയറി വരും, അല്ലെങ്കിൽ പ്രവൃത്തിയിലേക്ക് കയറി വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാധനം പറയാൻ കാരണം. അപ്പൊ നമ്മൾ പറഞ്ഞു അസിഡിക് ആയിട്ടുള്ള ഒരു രീതി, കൂടുതൽ അസിഡിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു ബ്ലഡ് അല്ലെങ്കിൽ സെല്ലുകൾ നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ലിവർ കൊളസ്ട്രോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ക്രമേണ പിന്നെ അത് ഡെപ്പോസിറ്റ് കൂടുതലായി ആയിട്ട് ചില ഭാഗങ്ങളിൽ ബ്ലോക്ക് വരുന്നു. അതല്ലാതെ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് ബ്ലോക്ക് വരുന്നല്ല. അങ്ങനെയാണ് പലപ്പോഴും കരുതാറുള്ളത്. അപ്പൊ നമ്മൾ ഒരു അസിഡിറ്റിയെ പറ്റിയാണ് കേട്ടത്. വയറിലെ അസിഡിറ്റി എന്നൊക്കെ, വയറിലെ അസിഡിറ്റിയാണ് എന്നൊക്കെ നമ്മൾ കേട്ടുള്ളത്. അത് അസിഡിറ്റി തന്നെയാണ്. അത് ബ്ലഡിൽ അസിഡിറ്റി ഉണ്ടായിട്ടാണ് അങ്ങനെയൊക്കെ വരുന്നത്. അപ്പൊ നമ്മൾ ശരീരത്തെ ഈ പറഞ്ഞ രീതിയിൽ കൊണ്ടു നടക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ ഈ കൊളസ്ട്രോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന്റെ 3/4 ഭാഗവും പിന്നെ ലിവർ ഉണ്ടാക്കുന്നത് തന്നെയാണ്, അല്ലാതെ വെറുതെ അങ്ങോട്ട് വരുന്നൊന്നല്ല. പിന്നെ രോഗങ്ങളിൽ നിന്ന് രോഗങ്ങൾ വരാത്ത രീതിയിൽ ശരീരത്തെ കൊണ്ടു നടക്കണം എന്നുള്ള ഇതിന്റെ ഏറ്റവും ബേസ് ആയിട്ട് ചെയ്യേണ്ടത് അസിഡിറ്റി ന്യൂട്രൽ ആക്കി നിർത്തി, അസിഡിറ്റി അല്ലെങ്കിൽ അസിഡിറ്റി കൂടാതെ pH ന്യൂട്രൽ ആക്കി നിർത്തിയിട്ട് ലിവറിനെ പവർഫുൾ ആക്കി നിർത്തുക എന്നുള്ളതാണ് മിക്കവാറും എല്ലാ രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി. അതിന് പൂവരശിന്റെ ഇല അല്ലെങ്കിൽ പൂവരശിന്റെ പൗഡർ കൊണ്ടുള്ള വെള്ളം ഒക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അതിന് ചെലവില്ലെന്ന് വെച്ചാൽ അതിന് കുറച്ച് ചെലവുണ്ട്. അല്ലെങ്കിൽ പൂവരശ് മരം ഉണ്ടെങ്കിൽ 3-4 ഇല എടുത്തിട്ട് ദിവസവും തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ലിവറിനെ പവർഫുൾ ആക്കുന്ന ഒന്നാണ്. അത് ഏതെങ്കിലും പിന്നെ BHMSന്റെയോ MBBSന്റെയോ അല്ലെങ്കിൽ പിന്നെ അതേപോലെ ആയുർവേദയുടെയോ പിന്നെ BAMSന്റെയോ മറ്റൊക്കെ സിലബസിൽ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതിലങ്ങനെ പറഞ്ഞതായിട്ട് നമുക്ക് അറിയില്ല, കേട്ടിട്ടില്ല. ഇത് കാലങ്ങളായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് വെൽനെസിന്റെ കാര്യമാണ് പറയുന്നത്, സിക്നസിന്റെ കാര്യമല്ല. അപ്പൊ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ഇപ്പോ വളരെ ഓർഗാനിക് ആയിട്ട് തന്നെയുള്ള
ഈ പറഞ്ഞ പൂവരസിന്റെ പൗഡർ കിട്ടുന്നൊക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സാധനം 50 ഗ്രാമിന് 250 രൂപ വിലയുണ്ട്. അത് അങ്ങനെ കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ പൂവരസ് വെച്ച് പിടിപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ കിട്ടുന്നിടന്ന് ഇല ഇട്ടിട്ട് പിന്നെ വെള്ളം കാച്ചി കുടിക്കുകയൊക്കെ ചെയ്യാം. സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പൊ അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, വളരെ മൈക്രോ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നമ്മുടെ ലിവറിനെ പവർഫുൾ ആക്കി കൊണ്ട് നടക്കുക, അസിഡിറ്റി ഇല്ലാത്ത രീതിയിൽ നമ്മൾ ശരീരത്തെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അസിഡിറ്റി ശരീരത്തിലെ ബ്ലഡിൽ അല്ലെങ്കിൽ സെല്ലുകളിൽ അസിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ നോർമലാക്കൽ നിർബന്ധമാണ്. വേറെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. അപ്പൊ അതിനെ നോർമലാക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ എന്തെങ്കിലും ബോധപൂർവം ചെയ്യാറുണ്ടോ? പിന്നെ കുളത്തില്, മീൻ വളർത്തുന്ന കുളത്തിൽ നമുക്കറിയാം, പിന്നെ കുമ്മായൊക്കെ ഇട്ട് കൊടുക്കും. പലപ്പോഴും അറിയാം, അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അറിയാം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക. അപ്പൊ എന്ന് പറയുന്ന പോലെ നമുക്ക് ഇത് ശരീരത്തെ സംബന്ധിച്ച് അസിഡിറ്റി നോർമലാക്കിയേ തീരുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അത് ശരീരത്തിലുള്ള ഡെപ്പോസിറ്റിനെ ഇങ്ങോട്ട് വലിക്കും. എന്ത് ഡെപ്പോസിറ്റിനെ വലിക്കാറുള്ളത്? കാൽസ്യത്തെയും മാഗ്നീഷ്യത്തെയും ഒക്കെ എല്ലിൽ നിന്നും പല്ലിൽ നിന്നും ഞരമ്പുകളിൽ നിന്നും മറ്റൊക്കെ വലിച്ച് അങ്ങനെ നിരന്തരം വലിച്ച് ഇവിടെ നോർമലാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്കറിയാലോ, പഞ്ചസാരയൊക്കെ കഴിക്കുമ്പോൾ പിന്നെ മുട്ട് വേദനയും അല്ലെങ്കിൽ പല്ലിന് പ്രശ്നമൊക്കെ വരുന്നത് അവിടെ അണുക്കള് തോക്കും കൊണ്ട് വന്ന് പല്ല് കേടെടുത്തുന്നൊന്നുമല്ല. അണുക്കൾ വരുന്നുണ്ട്, അവിടെ മോശപ്പെട്ട അവസ്ഥ ആകുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അപ്പൊ ഇതെടുത്തിട്ട് പിന്നെ ഈ മാഗ്നീഷ്യം, അതേപോലെ പ്രധാനമായിട്ടും ഈ കാൽസ്യം, പിന്നെ അതിന്റെ കൂടെ മാഗ്നീഷ്യം മറ്റൊക്കെ എടുത്തിട്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യും. ബ്ലഡിന്റെ pH മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ദുർബലമാവും. അപ്പൊ മുട്ടുവേദന വരും, പല്ലിന്റെ പ്രശ്നം വരും, പിന്നെ അതേപോലെ പലതരം പ്രശ്നങ്ങളും വരും. സ്പോണ്ടിലൈറ്റിസ് എന്നൊക്കെ പറയുന്ന അവസ്ഥ വരും, പിന്നെ തോള് കടച്ചിൽ വരും. അതൊക്കെ ഓരോ ബോഡിയിൽ ഓരോ രീതിയിലൊക്കെ ആയിരിക്കും. അപ്പൊ അതിൽ നിന്നുള്ള ഡെപ്പോസിറ്റ്, അല്ലെങ്കിൽ മൊത്തത്തിൽ ഊരവേദന എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എല്ലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വരും. അതിന്റെ ബേസിക് കാരണങ്ങള് ഇതാണ്. അതിന് നമ്മള് ഉപായം കൊണ്ട് ഓട്ടടക്കുക എന്ന് പറയുന്ന രീതിയിൽ നടക്കും. അതിന് ചികിത്സ, ഇതിന് ചികിത്സ, അതിന് എക്സ്റേ, ഇതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം ഇതാണ്. ഏറ്റവും ബേസിക് ആയിട്ട് പിന്നെ എല്ല്, പല്ല്, ഞരമ്പുകള്, ഇതിൽ നിന്നൊക്കെ ഇതിങ്ങനെ നിരന്തരം വലിച്ചെടുക്കുക. അപ്പൊ പഞ്ചസാരയൊക്കെ സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്ന, വല്ലപ്പോഴും ഒരു ലഡു കഴിക്കുന്ന കാര്യമല്ല പറയുന്നത്. ചിലപ്പോൾ വല്ലപ്പോഴും കഴിച്ചെന്ന് വരാം. അപ്പൊ ചായ സ്ഥിരമായി കഴിക്കുമ്പോൾ അതിലൂടെ നല്ലൊരു എമൗണ്ട് പഞ്ചസാര അകത്തേക്ക് കയറി പോവുകയാണ്. അതേപോലെ പലതും കഴിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ബിസ്ക്കറ്റ് കഴിക്കുന്നു, അങ്ങനെ പലതും. പഞ്ചസാര പറയുന്നത് മധുരത്തിന്റെ കാര്യമല്ല പറയുന്നത്, പഞ്ചസാര എന്നതാണ് ഞാൻ പറയുന്നത്. തേന് കഴിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ ശർക്കര കഴിക്കുന്നു. അല്ല, ശർക്കര തേനൊക്കെ തന്നെ അമിതമായിട്ട് കഴിക്കുന്നത് നല്ലതൊന്നുമല്ല. കാരണം അത് കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് വരികയും അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് അമിതമായിട്ട് കഴിക്കുന്നത് നല്ലതൊന്നല്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഈ പറയുന്ന സാധനങ്ങൾ, ഈ ജങ്ക് ഫുഡുകളും പഞ്ചസാര ഇങ്ങനെയുള്ളതൊക്കെ ചെല്ലുമ്പോൾ, അതേപോലെ അമിതമായിട്ടുള്ള ഭക്ഷണം ചെല്ലുമ്പോഴൊക്കെ തന്നെ ഈ അസിഡിറ്റി പിന്നെ അമിതമാവുകയും അങ്ങനെ ഈ പറഞ്ഞ കാൽസ്യം ഡെപ്പോസിറ്റ് എടുക്കുന്നു. എല്ലുകളിൽ പിന്നെ ഞരമ്പുകൾ, പല്ലുകൾ എന്നൊക്കെ പറയുന്നത് അത് മാത്രമല്ല. അതിൽ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കശേരുക്കൾ ഉണ്ടല്ലേ, നട്ടലിന്റെ ഒക്കെ കശേരുക്കൾ, അതിന്റെ ഇടയിലൊക്കെ പലയിടത്തും, അതേപോലെ ജോയിന്റുകൾ, ഇവിടങ്ങളിലൊക്കെ ഈ ഡെപ്പോസിറ്റ് ഉണ്ട്, കാൽസ്യത്തിന്റെ ഡെപ്പോസിറ്റ് ഉണ്ട്. അതിങ്ങനെ എടുത്ത് ഉപയോഗിക്കുകയാണ്. അതെങ്ങനെ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദുർബലമാകും. ഇതാണ് ഇതിന്റെ ഇപ്പൊ നമ്മുടെ സാമ്പത്തിക അവസ്ഥയാണെങ്കിൽ നമുക്ക് കുറച്ച് ഡെപ്പോസിറ്റ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ, കുറച്ച് പിന്നെ ബുക്കിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്, കുറച്ച് അലമാരയിലുണ്ട്, കുറച്ച് ബാങ്കിലുണ്ട്, വേറെ ആരുടെ അടുത്ത് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ നമ്മുടെ അവസ്ഥ ദുർബലമാകുമ്പോൾ അതിങ്ങനെ അതിൽ നിന്നൊക്കെ വലിച്ച് സാമ്പത്തിക അവസ്ഥ ദുർബലമാകുമല്ലോ എന്ന് പറയുന്ന പോലെ ഇതിങ്ങനെ ഡെപ്പോസിറ്റ് വെച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഡെപ്പോസിറ്റ് പിന്നെ ഇല്ലാതാകുന്നത് കൊണ്ട് ദുർബലമാകും. അങ്ങനെ പിന്നെ പല വേദനകളും മറ്റൊക്കെ തുടങ്ങും. അപ്പൊ അങ്ങനത്തെ അവസ്ഥയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ pH നോർമലാക്കി നിലനിർത്തുക എന്നതാണ് അതിന് വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ അതില് ചെയ്യേണ്ടത് ഇതാണ്. പിന്നെ ലൈഫ് സ്റ്റൈല്, ഈ തെറ്റായ ശീലങ്ങള്, കൊതി, അന്ധവിശ്വാസം, അനാചാരം, മാമൂല്, മാറാപ്പ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളതും ശാസ്ത്രാന്ധവിശ്വാസങ്ങളും, ഈ പറഞ്ഞ രണ്ട് കാര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ലൈഫ് സ്റ്റൈൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. വയറിന് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, പിന്നെ കഴിയുന്നത് പരമാവധിയൊക്കെ പിന്നെ ബാലൻസ്ഡ് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. പഴങ്ങൾ ഉൾപ്പെടുത്തിയും, അതേപോലെ മീനും മാംസമൊക്കെ ഉൾപ്പെടുത്താം. മാംസം കൂടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. മീന് പിന്നെ അത്ര തന്നെ പ്രശ്നമില്ല, എന്നാലും അമിതമാകാൻ പാടില്ല എന്ന് മാത്രം. ഫ്രഷ് ആയിട്ടുള്ള ഫിഷാണ് നല്ലത്. അതുപോലെ ഫ്രൂട്ട്സ് എല്ലാ ദിവസവും നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ്, പച്ചക്കറികളും ഉൾപ്പെടുത്തേണ്ടതാണ്. കാർബോഹൈഡ്രേറ്റ് അമിതമായിട്ട് കഴിക്കുന്നതാണ് നമ്മുടെ 40%
മലയാളികളുടെ നല്ലൊരു ശതമാനം ആളുകളുടെയും പ്രശ്നങ്ങളുടെ കാരണം. അതും പുഴുക്കല്ലരിയെ കഴിക്കുക. പുഴുക്കല്ലരി എന്ന് പറയുന്നത് തണുപ്പ് പ്രദേശങ്ങൾക്ക് കഴിക്കാനുള്ളതാണ്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ തണുത്ത പ്രദേശങ്ങളിലാണ് അങ്ങനെ കഴിക്കാന്നൊക്കെ. കാരണം അത് ദഹിച്ചു വരുമ്പോൾ ചൂട് കൂടും. ചൂട് കൂടുകയും മറ്റൊക്കെ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അത് അത്ര നല്ലതൊന്നല്ല. നമ്മൾ ശീലിച്ചിട്ടുള്ളത് അതാണ്. കാർബോഹൈഡ്രേറ്റിന്റെ അരിയുടെ അളവ് കുറെയൊക്കെ കുറയ്ക്കുകയാണ് വേണ്ടത്. നമ്മൾ അമിതമായിട്ട് അത് കഴിക്കും. പച്ചക്കറിയും മീനും അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ പ്ലേറ്റിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്യും. ഈ കഴിച്ചാൽ തന്നെ ഒരു അല്പം കഴിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ കാർബോഹൈഡ്രേറ്റ് അമിതമായി ചെന്ന് കഴിഞ്ഞാലും അത് പിന്നെ ശരീരത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കും. ലിവർ സിറോസിസ് ഒക്കെ ഉണ്ടാക്കുന്നത് കള്ളുകുടിച്ചിട്ട് മാത്രമല്ലല്ലോ. നല്ലൊരു ശതമാനം മലയാളികൾക്കും ലിവർ സിറോസിസ് ഉണ്ട്. അതിന് കാരണം അമിതമായ കാർബോഹൈഡ്രേറ്റും മറ്റുമൊക്കെ തന്നെയാണ്. പിന്നെ ഈ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു. പറയാം നമുക്ക്. ഈ ശരീരത്തിന് വേണ്ട വെള്ളം എന്ന് പറയുന്നത് കിണറ്റിലുള്ള വെള്ളം അല്ല. ശരീരത്തിലേക്ക് എത്തുന്ന വെള്ളത്തെ വേറൊരു ലെവലിലേക്ക് ആക്കി ഉയർത്തി അങ്ങനെയാണ് കോശങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പൊ അതില് സെല്ലുകളിൽ നിറച്ചിരിക്കുന്ന വെള്ളം കിണറിലുള്ള വെള്ളം അല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ചെടി മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന വെള്ളം അല്ല പിന്നെ അതിലെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ പെട്ടെന്ന് പറയാനുള്ളത് ഇതാണ്. ഇപ്പൊ നമുക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ എളുപ്പത്തിലുള്ള വഴി ഇതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കുറച്ച് ചെറുതോ വലുതോ ആയിട്ടുള്ള താളന്നിട്ടിലൊക്കെ ഉണ്ടാവാം. അപ്പൊ അതിനൊരു പരിധി വരെ ക്ലിയർ ആക്കി pH ന്യൂട്രൽ ആക്കി നിലനിർത്താൻ കുക്കുംബർ ജ്യൂസാണ് കഴിക്കാൻ അതിന്റെ യഥാർത്ഥത്തിലുള്ള അതിന്റെ ടോപ്പായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത്. വെൽനസുമായിട്ട് ബന്ധപ്പെട്ട യഥാർത്ഥ വെൽനസുമായിട്ട്, അല്ലാതെ പൊടി കഴിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ കഴിക്കുന്നവർക്ക് കഴിക്കുക, അത് വേറെ കാര്യം. ശരീരത്തിന്റെ യഥാർത്ഥ വെൽനസും അതിന്റെ സ്വാസ്ഥ്യവും അനുഭവിച്ചറിയാൻ ഒരാളുടേത് അയാൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുള്ളൂ. അപ്പോ കുക്കുംബർ ജ്യൂസ് വെറും വയറ്റിൽ കഴിക്കുക എന്നത് വളരെ പ്രധാനമായ ഒന്നാണ്. കുക്കുംബർ ജ്യൂസ് എന്ന് പറഞ്ഞാല് അത് വെള്ളം ചേർക്കാതെ മിക്സിയിൽ അടിച്ച് പിഴിഞ്ഞെടുക്കുക എന്നുള്ള, അല്ലെങ്കിൽ ജ്യൂസറിൽ അടിച്ച് പിന്നെ അതിന്റെ നീര് മാത്രം എടുക്കുക എന്നുള്ള. അതിൽ വേറെ യാതൊന്നും ചേർക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിന് ഇഞ്ചി വേണോ, ചെറുനാരങ്ങ വേണോ, വെള്ളം വേണോ എന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും വേണ്ട. പ്യൂർ ജ്യൂസ് കുടിക്കുക. അത് 2 നേരം കഴിക്കാനൊക്കെ പറയുന്നത് വെറും വയറ്റിൽ. അത്രത്തോളം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ മോർണിംഗിൽ മാത്രമെങ്കിലും വെറും വയറ്റിൽ അത് കഴിക്കാം. പിന്നെ വൈകിട്ട് ഇതേപോലെ കഴിക്കാൻ പറയുന്നൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ എല്ലാവർക്കും എത്രത്തോളം പറ്റുമെന്ന് അറിയില്ല. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതുപോലെ ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കുമ്പോൾ കഴിയുന്ന കരിമ്പ് ജ്യൂസ്, ഐസ് ചേർക്കാത്ത കരിമ്പ് ജ്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അത് ശരീരത്തിന്റെ സെല്ലുകളിലേക്ക് നേരിട്ടെത്തുന്ന ഒരു ലോകത്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു സാധനമാണ്. വയറ് കാലിയായ സമയത്താണ് ഏറ്റവും നല്ലത്. ഇപ്പൊ ഈ കുക്കുംബർ ജ്യൂസ് ചെന്ന് കഴിഞ്ഞാൽ അതിന് ദഹന പ്രക്രിയ ഒന്നുമില്ല. അതിന്റെ ഡൈജസ്റ്റീവ് പ്രോസസ് ഒന്നും ഇല്ലാതെ നേരിട്ട് തന്നെ ഈ കോശങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒന്നാണ്. അതിന്റെ തൊലി കളഞ്ഞിട്ട് പിന്നെ ഇതിനെ നീര് മാത്രം എടുക്കുക എന്നാണ്. മിക്സി ആണെങ്കിൽ അടിച്ച് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. അതൊക്കെ കുറെ ബുദ്ധിമുട്ടാകും. ജ്യൂസറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ജ്യൂസ് നീര് മാത്രം കിട്ടും. അപ്പൊ ഇത് നേരിട്ടിട്ട് ഒരു പ്രോസസ്സും ഇല്ലാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ കോശങ്ങളിലേക്ക് എത്തും. അത് അവിടെ നല്ലൊരു പരിധി വരെ pH മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ്. ഇനി അത് കടിച്ചു തിന്നാലോ എന്ന് വെച്ചാൽ കടിച്ചു തിന്നാലോ അതിന്റെ ദഹനം മറ്റൊക്കെ കഴിഞ്ഞ് എത്തുമ്പോഴേക്കിനും കുറെ സമയം പിടിക്കും. മാത്രമല്ല ഇത്രത്തോളം അളവില് അതില് പിന്നെ അതിന്റെ ഈ വെള്ളം കിട്ടിക്കൊള്ളണമെന്നില്ല. കിട്ടൂല. കാരണം കുറച്ചല്ലേ ചെല്ലുള്ളൂ. അങ്ങനെയാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോ ഈ പറഞ്ഞ ഇപ്പൊ നമ്മൾ pHന്റെ കാര്യം പറഞ്ഞു. വെറും ഒരു pH മാത്രമല്ല, ഇങ്ങനെ pH പിന്നെ വ്യതിയാനം പറ്റിക്കഴിഞ്ഞാൽ ബോഡി മാലിന്യ കൂമ്പാരാകും. അപ്പൊ വൈറസിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. വൈറസ് ദൂരെ എങ്ങാനും വിമാനത്തിൽ നിന്ന് വന്നിട്ട് ഇതിൽ കയറുന്നൊന്നുമല്ല. മോശപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെയാണ് വൈറസ് ഒക്കെ രൂപപ്പെടുന്നത്. ഇപ്പൊ നമുക്ക് ഒരു ജീവനുള്ള ഒരു പിന്നെ ഒരു ജീവി അല്ലെങ്കിൽ മനുഷ്യനോ അവിടെ ചത്തു കിടന്നാല് കുറച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ പുഴുക്കളോ മറ്റൊക്കെ വരുന്നത്. അപ്പൊ എന്ന് പറയുന്ന പോലെ ശരീരത്തിന്റെ അകം അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള ഭാഗങ്ങള്, കോശങ്ങളോ മറ്റൊക്കെ മാലിന്യ കൂമ്പാരമായി കഴിഞ്ഞാൽ അതിൽ നിന്ന് വൈറസിന്റെ ആക്രമണം ഉണ്ടാകും. വൈറസ് അതിന്റെ പണി തുടങ്ങും. എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട അവസ്ഥയെ വിഘടിപ്പിച്ച് ഈ പ്രകൃതിയുടെ ഭാഗമാക്കുക എന്നുള്ളതാണ് വൈറസിന്റെയും ബാക്ടീരിയയുടെയും ഒക്കെ പണി. വൈറസും ബാക്ടീരിയയും നമ്മളെ പിടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയൊന്നുമല്ല. നമ്മളെ ചില കാഴ്ചപ്പാടില്, നമ്മുടെ ചില നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൊക്കെ അങ്ങനെയൊക്കെ പഠിപ്പിക്കാറുള്ളത്. വൈറസും പിന്നെ ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ ഇതൊക്കെ നമ്മളെ പിടിച്ച് കൊല്ലാൻ നടക്കുകയായിരുന്നെങ്കിൽ മനുഷ്യൻ നമ്മളാരും ഇവിടെ ജീവിച്ചിരിക്കില്ലായിരുന്നു. കാരണം ആദ്യത്തെ മനുഷ്യനെ തന്നെ അവർ കൊന്നു കളഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആദ്യം വന്ന മനുഷ്യരെ അവർ കൊന്നു കളഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവും. അതിനെ വിഘടിപ്പിച്ചിട്ട് പഞ്ചഭൂതങ്ങളുടെ ഭാഗമാക്കുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. അപ്പൊ അതിന് നമ്മളെ പിടിക്കാതിരിക്കണമെങ്കിൽ നമ്മളെ നല്ല രീതിയിൽ നടന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. നമ്മളെ ഇന്റേണൽ ആയിട്ടുള്ള ഇതും മറ്റു ശരീരത്തിന്റെ പുറത്ത് പൗഡർ ഇടുന്നതും കുളിക്കുന്നതും കുളിപ്പിക്കുന്നതും ബോഡി സ്പ്രേ അടിക്കുന്ന കാര്യമല്ല പറയുന്നത്. ഇന്റേണൽ ആയിട്ട് പിന്നെ വൃത്തിയോടെ കൊണ്ടു നടക്കുക എന്ന കാര്യമാണ് പറയുന്നത്.
അപ്പൊ അങ്ങനെ ബോഡി മോശപ്പെട്ട അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ വൈറസും മറ്റൊക്കെ നമ്മൾ ആക്രമിക്കും. അത് അതിൽ നിന്ന് തന്നെ ഉണ്ടാക്കുക. അപ്പൊ pH ന്യൂട്രൽ ആക്കി നിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. 7.35-നും 7.45-നും ഇടയിലാണ് നിൽക്കേണ്ടത്. ഇനി pH നോക്കുക, പിന്നെ ലാബിലേക്ക് പോയിട്ട് നോക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാൽ ലാബിൽ പോയിട്ട് pH നോക്കണം എന്ന് പറഞ്ഞാൽ മിക്കവാറും ലാബുകളിൽ നിന്നും അങ്ങനെ ടെസ്റ്റ് ഇല്ല എന്നാണ് പറയുക. ഒന്നാമത് സംഭവം ഉണ്ട്, വലിയ ഹോസ്പിറ്റലുകളിലും മറ്റൊക്കെ ഉണ്ട്. പക്ഷെ pH എന്ന് പറയാൻ ചെന്ന് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് അനുഭവം ഉള്ളതാണ് കേട്ടോ, വെറുതെ പറയുന്നൊന്നുമല്ല. വേറെ ടെസ്റ്റ് ഉണ്ട്, അതിന്റെ ഭാഗമായിട്ടാണ് pH നോക്കാറുള്ളത്. അല്ലാതെ pH ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്ന് കഴിഞ്ഞാൽ സാധാരണ ലാബുകാർക്ക് തീരെ അറിയില്ല. ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ ലാബിൽ പോയിട്ട് പോലും അങ്ങനെ ഒരു അങ്ങനെ ടെസ്റ്റ് ഇല്ലല്ലോ. കുറെ ആലോചിച്ച് പിന്നെ വിളിച്ചു, എന്നിട്ടും പിന്നെ അങ്ങനെ ടെസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ അനുഭവമൊക്കെ ഉണ്ട്. അപ്പൊ ഇത് വേറെ ടെസ്റ്റ് ഉണ്ട്, അതിന്റെ ഭാഗമായിട്ട് pH-ഉം പിന്നെ വേറെ ഒന്നും കൂടി നോക്കും. അങ്ങനെയാണ് വരുന്നത്. അതിനവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അതങ്ങനെയാണത്. പിന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള. അപ്പൊ ഇനി ഇതിലൊരു ചോദ്യം ഉണ്ട് വേറെ, ഇങ്ങനെ pH ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഉണ്ടോ എന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ട്. അപ്പൊ ചില വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ പിന്നെ ഈ പറഞ്ഞ ഇപ്പൊ ഈ കുക്കുംബർ ജ്യൂസിന്റെ കാര്യം പറഞ്ഞല്ലോ, അതേപോലെയുള്ള പെട്ടെന്ന് ബോഡിയിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ഉള്ള ചില ഫ്ലൂയിഡ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. വളരെ വലിയ വിലയൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ നേരിട്ട് കയറ്റുന്ന അനുഭവമൊക്കെ ഉണ്ട്, ഈ പറഞ്ഞ ദൂരമുള്ള സാധനം. അപ്പൊ നമ്മൾ നിലവിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടന്നു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ബോഡിയാണ്, ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ വളരെ അവനവന് നല്ലതാണ്. ഒരു ദിവസം 2 ദിവസം ചെയ്യാനുള്ളതല്ല, പരമാവധിയൊക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ പറഞ്ഞ അപ്പൊ നമുക്ക് അറിയാം, ഇപ്പൊ ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞില്ല, ചവറ് ഭക്ഷണം, അങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുകയും വയറിന് വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുകയും പിന്നെ അതേപോലെ ഇപ്പൊ നോൺ വെജ് കാര്യങ്ങൾ കഴിക്കുകയാണെങ്കിൽ തന്നെ അമിതമായിട്ട് കഴിക്കാതിരിക്കുകയും ബാലൻസ്ഡ് ഫുഡ് പരമാവധി പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. പിന്നെ ജനറ്റിക് ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം വളരെ അപൂർവമായിട്ട്. അതേപോലെ പോഷകക്കുറവ് കൊണ്ട്, പിന്നെ ഈ പറഞ്ഞ ഇങ്ങനെയുള്ള pH ഡിസോർഡർ, ഇങ്ങനെയൊക്കെ രോഗങ്ങൾ വരാനുള്ള വഴി. ഒരു ബിസിനസ് പൊളിയാൻ ലോകത്ത് ഒരേ ഒരു വഴിയൊന്നും അല്ലല്ലോ ഉള്ളത്, വ്യത്യസ്ത വഴികളുണ്ടാവും. ഒരു കുട്ടി വീഴാണ്, നടന്നു പോകുമ്പോൾ വീണു, ചിലപ്പോൾ കാല് വെച്ച് കുത്തിയിട്ടാവാം, അല്ലെങ്കിൽ മസിൽ കുറച്ച് വീക്കായിട്ട് അങ്ങനെ ആവാം, അല്ലെങ്കിൽ ആരെങ്കിലും ഉന്തിയതാവാം. പല വഴികളുണ്ട് എന്ന് പറയുന്ന പോലെ പിന്നെ ഇങ്ങനെ രോഗത്തിന് 3-4 കാരണങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒന്നാവാം, ചിലപ്പോ ഒന്നിൽ കൂടുതൽ 3-4 ഒന്നിച്ചു വരാം. ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ഈ മൈക്രോ ലെവലിൽ ഈ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് 75 ട്രില്യൺ സെല്ലുകളുണ്ട് ബോഡിയിൽ. അപ്പൊ അതിലേക്ക് വേണ്ടുന്ന രീതിയിൽ ഈ പറഞ്ഞിട്ടുള്ള പോഷകങ്ങൾ, ന്യൂട്രിയൻസ് പരമാവധി നല്ല രീതിയിൽ കൊടുക്കുക എന്നതും, ആ ന്യൂട്രിയൻസ് എന്ന പേരിൽ കൊടുക്കപ്പെടുന്നത് ശരീരത്തിന് യോജിച്ച സാധനം തന്നെ ആയിരിക്കുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, ബ്ലഡ് കൂടുതൽ അസിഡിക് ഭാവത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ബോൺസും ജോയിന്റ്സും അതേപോലെ ടീത്തും പിന്നെ ഈ എല്ലുകൾക്കിടയിലുള്ള ഭാഗങ്ങൾ, കശേരുക്കൾക്കിടയിലുള്ള ഭാഗം, അതൊക്കെ അവിടെയൊക്കെ പ്രശ്നങ്ങൾ വരും. എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാൽസ്യവും മഗ്നീഷ്യമൊക്കെ വലിച്ചെടുത്ത് ബ്ലഡിന്റെ അസിഡിറ്റിയെ നിർവീര്യമാക്കാൻ തുടങ്ങും. അപ്പൊ എല്ലും മറ്റും ദുർബലമാകും. അങ്ങനെ പലതരം രോഗങ്ങൾ ഈ എല്ലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പലതും വരും. അതിന്റെ ബേസിക് കാരണങ്ങൾ അതാണ്, 100% അതാണെന്ന് മനസ്സിലാക്കുക. അല്ലാതെ മുട്ടുവേദന, കാല് വേദന, കണങ്കാല് വേദന, ഉപ്പൂറ്റി വേദന എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഓരോ കാര്യങ്ങൾക്ക് പോയിട്ടൊന്നും കാര്യമില്ല. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ പ്രോട്ടീൻ ഫുഡ് കൂടുതലായിട്ട് കഴിക്കരുത്. ഇപ്പൊ നമുക്കറിയാം മത്സ്യമാംസമൊക്കെ കഴിക്കണം. അത് അമിതമായിട്ട് കഴിച്ചു കഴിയുമ്പോൾ അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് യൂറിക് ആസിഡ് ആണ് ഉണ്ടാവുക. ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡ് കൊണ്ടാണ് ഇതിനെ ദഹിപ്പിക്കുന്നത്, ഈ പറഞ്ഞ പ്രോട്ടീൻസിനെ. അപ്പൊ ചോദിക്കും, ഞങ്ങള് പിന്നെ ശുദ്ധാത്മാക്കളാണ്, ഞങ്ങൾ നല്ല പശുമാർക്കാണ് എന്ന് പറഞ്ഞാല് പിന്നെ ഞങ്ങൾ നോൺ വെജ് ഒന്നും കഴിക്കാറില്ല. നോൺ വെജ് കഴിക്കുന്നില്ലെങ്കിലും വെജ് ആയാലും തന്നെ പ്രോട്ടീൻ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ബോഡിക്ക് പ്രശ്നം തന്നെയാണ്. ഏറ്റവും സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഇതുണ്ടല്ലോ, പട്ടാണി, ഗ്രീൻ പീസ് എന്നൊക്കെ പറയുന്നത്, അത് കഴിക്കുക, പക്ഷെ അമിതമാരുത്. അത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നാണത്. അതിനെ പരിക്ക് പുറത്ത് നിർത്തണമെന്നല്ല, പിന്നെ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ചെറുപയറായാലും കടലയായാലും ഈ പറഞ്ഞതൊക്കെ ആയാലും, അതേപോലെ മീനായാലും മാംസമായാലും ഒക്കെ തന്നെ പിന്നെ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് യൂറിക് ആസിഡ് ഉണ്ടാവും. യൂറിക് ആസിഡിനെ ശരീരം സ്വാഭാവികമായിട്ടും പുറന്തള്ളും. മലത്തിലൂടെയും മൂത്രത്തിലൂടെയും വേർപ്പിലൂടെയും മറ്റൊക്കെ പുറന്തള്ളും. ശരി, അതിന്റെ ബാക്കി ഉണ്ടാവും, അമിതമാവും ബാക്കി ഉണ്ടാവും. അത് പിന്നെ ഓരോ ജോയിന്റ്സിലൊക്കെ കൊണ്ടുപോയിട്ടാണ് അത് അവിടെ നിക്ഷേപിക്കുക, ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പൊ അവിടുന്ന് വേദനയും മറ്റൊക്കെ തുടങ്ങും. അപ്പൊ ബ്ലഡ്
ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ യൂറിക് ആസിഡ് ഉണ്ടെന്ന് പറയും. ഭയങ്കര സംഭവമായിട്ടുണ്ട്, യൂറിക് ആസിഡ് ഉണ്ട്, യൂറിക് ആസിഡ് അതിനെ കളയാൻ പിന്നെ മരുന്ന് കഴിയണം, ഗുളിക കഴിക്കണം. യൂറിക് ആസിഡ് ഇല്ലാതിരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോയാൽ മതി. ഇപ്പൊ നമുക്ക് അനുവദിക്കപ്പെട്ട സാധനം തന്നെയാണ് മാംസവും മത്സ്യമൊക്കെ. അത് അതിന്റെ മിതമായ രീതിയിൽ കളഞ്ഞാൽ മതി. നമുക്ക് ചിരിയും കളിയും അതേപോലെ ദുഃഖമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇത് അമിതമായിട്ട് ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതേപോലെ തന്നെയാണ് ഇപ്പൊ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ. ഏതെങ്കിലും അമിതമായിട്ട് കഴിക്കാതിരുന്നാൽ മതി. എന്ന് പറഞ്ഞാൽ അതൊക്കെ പേടിച്ചു പോകണമെന്നല്ല പറയുന്നത്. ഇപ്പൊ നമുക്ക് ഈ ആർത്രൈറ്റിസ് ഉണ്ട്, സന്ധിവാതം, അതേപോലെ ഗൗട്ട്, ഇതിനൊന്നും മോഡേൺ മെഡിക്കൽ സയൻസിൽ തീരെ മരുന്ന് തന്നെയില്ല. മരുന്ന് എന്തെങ്കിലുമൊക്കെ പെയിൻ കില്ലർ എഴുതി കൊടുക്കും, അതല്ലാത്ത മരുന്നൊന്നുമില്ല. അതിന്റെ ബേസിക് പിന്നെ കാരണം ഇതാണ്, ഈ സന്ധിവാതം പറമ്പിന്റെ ദോഷമാണെന്നൊക്കെ പറയും ചിലപ്പോ, അല്ലെങ്കിൽ എന്തോ ശാപമാണെന്നൊക്കെ പറയും. ശാപം ആരോടും ചെയ്തല്ല, സ്വന്തമായിട്ട് ചെയ്ത ശാപമാണ്, വേറെ ഒന്നുമല്ല. കാരണം പഴയ ഭക്ഷണങ്ങളും അമിത ഭക്ഷണങ്ങളും ഈ പറഞ്ഞ അസിഡിക് ഫുഡെല്ലാം കഴിച്ചിട്ട് ശരീരം മൊത്തം ഈ ബ്ലഡ് സെല്ലുകളും ബ്ലഡും ഒക്കെ മൊത്തം പ്രശ്നമായി. അപ്പോ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. എല്ലാ അത്യാവശ്യം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ട അബ്ദുൽ ഷുക്കൂർ സർ ഇന്നെടുത്ത വളരെ മനോഹരമായ ഒരു സെഷൻ വളരെ പ്രയോജനപ്രദമായിരുന്നു. ലൈഫ് സ്റ്റൈലിനെ കുറിച്ച്, ജീവിതശൈലി നന്നാക്കുക എന്ന നല്ലൊരു മെസ്സേജ് തന്നെയാണ് നമുക്ക് ഇന്നത്തെ സുപ്രഭാതത്തിൽ ലഭിച്ചത്. ക്ലാസ് എടുത്ത അബ്ദുൽ ഷുക്കൂർ സാറിന് ഹൃദ്യമായ നന്ദി, അഭിനന്ദനങ്ങൾ നേരുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു ഓൾ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു. വെൽക്കം.